മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് വകുപ്പുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് ലീഗ് തർക്കം ഇപ്പോഴും തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. കോൺഗ്രസിലും മന്ത്രിസ്ഥാനങ്ങൾ വിഭജിക്കുന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചല്ല, വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. അതേസമയം മന്ത്രിസഭായോഗം ഇന്ന് ചേരുന്നുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിരുന്നു. വിദഗ്ധരൊക്കെ ആ സമിതിയുടെ ഭാഗമാണ്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അരുൺ, ഇന്നിപ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭായോഗമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നെങ്കിലും വകുപ്പുകളുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകണം. ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ എത്തുന്നതിന് മുൻപ് മന്ത്രിമാർക്ക് തങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഒരു രൂപം കിട്ടാൻ സാധ്യതയില്ലല്ലോ. 9 മണിക്കാണ്. ഒരുപക്ഷെ അതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാവുക. പക്ഷേ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു മന്ത്രിസഭാ യോഗം കൂടിയായി മാറുന്നുണ്ടല്ലോ ഇത്. തീർച്ചയായിട്ടും വകുപ്പ് വിഭജനത്തിൽ തർക്കവും അവ്യക്തതയും തുടരുകയാണ്. ഇതുവരെ അത് പൂർത്തിയായിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് ഗവർണർ സ്ഥലത്തില്ലാത്തതിനാൽ ഗവർണർ ആണ് ഈ പട്ടിക നൽകാൻ വൈകുന്നു. പക്ഷേ അതൊരു ശരിയായ വിശദീകരണമാണ് പറയാൻ കഴിയില്ല. ഗവർണർ സ്ഥലത്ത് ഉണ്ടാകണമെന്നില്ല. പട്ടിക ഗവർണർ കൈമാറിയാൽ മതി. ഗവർണർക്ക് ഇതിലൊരു റോളുമില്ല എന്നുള്ളതാണ്. ഗവർണർ അംഗീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഗവർണർക്ക് ഈ വകുപ്പുകളിൽ തിരുത്തൽ വരുത്താനോ അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ മാറ്റം വരുത്താനോ ഒരു അധികാരവുമില്ല. സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഗവർണറുടെ അനുമതിയോടുകൂടി അത് ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറങ്ങുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് കാര്യമായി ഒന്നുമില്ല. അത് പക്ഷേ പ്രശ്നം തീരുന്നില്ല. ഇങ്ങനെ പറയുമ്പോഴും ഇന്നലെ രാത്രി വളരെ വൈകിയും തലസ്ഥാനത്തുള്ള 2 മന്ത്രിമാർ കെ മുരളീധരനും സി പി ജോണും ലത്തീൻ സഭ ആസ്ഥാനത്തെത്തിയിരുന്നു. അവിടെ ലത്തീൻ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി സഹകരണമുണ്ടാകണം, ഈ പ്രശ്നം പരിഹരിക്കാൻ ഒപ്പം നിൽക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. എന്താണ് അവർ മുന്നോട്ട് വെച്ച ഫോർമുല എന്ന് വ്യക്തമല്ല. പക്ഷേ ലത്തീൻ സഭാ നേതൃത്വം വളരെ ശക്തമായി തന്നെ പറഞ്ഞു, കടലിനെ അറിയാവുന്നവർക്ക് മാത്രമേ ഈ ഫിഷറീസ് വകുപ്പ് നൽകാവൂ. അല്ലാത്തതിന്റെ അപകടം നേരത്തെ കണ്ടതാണ്. എത്ര ആളുകൾ കടലിൽ മരിച്ചു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സജി ചെറിയാനാണ് ഫിഷറീസ് മന്ത്രിയായത്. അദ്ദേഹത്തേക്ക് ഒരു പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സഭാ നേതൃത്വം നിലപാടെടുത്തത്. കടലിനെ അറിയാവുന്നവർ മാത്രം ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കണം. അവിടെയാണ് പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുന്നത്, ശക്തമാകുന്നത്. അങ്ങനെ ഇപ്പോൾ ആരെയാണ് ആ വകുപ്പ് ഏൽപ്പിക്കേണ്ടത്? ലത്തീൻ സഭാംഗമായ ഒരാൾ മന്ത്രിസഭയിലുള്ളത് ഷിബു ബേബി ജോണാണ്. പക്ഷേ ഷിബു ബേബി ജോണിന്റെ ഫിഷറീസ് വകുപ്പ് വേണ്ട എന്ന നിലപാടാണ്. അദ്ദേഹം അത് ഏറ്റെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വനം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഇത് ഏറ്റെടുക്കണമെന്ന ചോദ്യമാണ് ഷിബു ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് മന്ത്രിമാർക്ക് വകുപ്പ് വിട്ടുകൊടുക്കാൻ ലീഗ് ഒരു കാരണവശാലും തയ്യാറാകും. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തിരികെ കൊടുക്കണം. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന്റെ യുവമന്ത്രി പുതുമുഖ മന്ത്രി റോജി എം ജോണിന് നൽകാൻ കോൺഗ്രസ് തീരുമാനമെടുത്തതാണ്. അത് മാറ്റാനും കഴിയുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി ഇപ്പോഴുമുണ്ട്. ഇന്നെങ്കിലും അത് പരിഹരിക്കുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും ഇന്ന് 2ാം മന്ത്രിസഭാ യോഗത്തിനായി ഇവിടെ ഈ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ 10:30 മന്ത്രിമാർ എത്തും. 10:30 മന്ത്രിസഭാ യോഗം ചേരേണ്ടത്. അപ്പോഴും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 10:30 മന്ത്രിസഭാ യോഗം ചേരും. അപ്പോഴും വകുപ്പുകൾ വ്യക്തതയില്ലാതെ തന്നെ ആകും മന്ത്രിമാർ എത്തുക. ഒരു പക്ഷേ ഇതില് 1-2 പ്രശ്നങ്ങൾ. അതായത് ഒന്ന്, ദേവസ്വവും ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. ആരോഗ്യത്തിനൊപ്പം ദേവസ്വവും മുരളീധരന് നൽകിയിരുന്നു. ഇപ്പോൾ ദേവസ്വം തിരിച്ചെടുത്ത് AP അനിൽകുമാർ നൽകുന്നു എന്നറിയുന്നു. AP അനിൽകുമാർ നമുക്കറിയാം കേരളത്തിലെ KC വേണുഗോപാലിന്റെ വലം കൈയാണ്. KC പക്ഷത്തിന്റെ ആ ഒരു സമ്മർദ്ദം സതീശന് മേലുണ്ട് എന്ന് മനസ്സിലാകുന്നു. മറ്റു ചോദ്യം ഉയരുന്നത്, സതീശൻ പൂർണ്ണമായും ലീഗിന് വഴങ്ങുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസം വാങ്ങിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്? ഏതെങ്കിലും ചെറിയ വകുപ്പുകൾ നൽകിയാൽ പോരെ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ടല്ലോ. അങ്ങനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സതീശനെ പ്രതിസന്ധിയിലാക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ കാണണം? അതത്ര സുഖകരമായ ഒന്നല്ല. കാരണം കൃത്യമായി തന്നെ പല കാര്യങ്ങളും നടപ്പാക്കുമെന്നും ആദ്യം തന്നെ കയ്യടി നേടിയ ഒരു സർക്കാരും മന്ത്രിസഭാ യോഗവും ഒക്കെയാണ്. വയോജന വകുപ്പ് രൂപീകരിക്കുന്നു, ആശമാർക്ക് ആശ്വാസം നൽകുന്നു. അതിനുശേഷം ഇത്തരം കാർമേഘങ്ങൾ ഉരുണ്ടു തുടങ്ങിയാൽ അത് ഒട്ടും സുഖകരമല്ലല്ലോ അരുൺ. തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പിൽ നിന്ന് മുരളീധരൻ പിന്നോട്ട് പോകാൻ ഇടയില്ല. അദ്ദേഹം ഏതാണ്ട് ആ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഇന്നലെ ഉദ്യോഗസ്ഥരെയൊക്കെ അദ്ദേഹം കണ്ടു. അധികം വൈകാതെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം ശരിയല്ല എന്നുള്ളത് വലിയ വിവാദമായ ഒരു പ്രസ്താവനയായിരുന്നു നേരത്തെ
സിസ്റ്റം തകരാറാണ് പ്രശ്നമെന്ന വീണ ജോർജിന്റെ മുൻ ആരോഗ്യമന്ത്രി പ്രസ്താവന വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. ഇന്നലെ മുരളീധരൻ പറഞ്ഞ സിസ്റ്റം ശരിയാക്കും, അതിനുവേണ്ടിയാണല്ലോ മന്ത്രി വരുന്നത്. അതായത് ആരോഗ്യവകുപ്പിൽ കുത്തഴിഞ്ഞു കിടക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന സിസ്റ്റം ശരിയാക്കാൻ മുരളീധരൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വകുപ്പിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകില്ല. കൃഷി വകുപ്പ് സിദ്ദിഖ് നൽകി. സിദ്ദിഖ് ആ വകുപ്പിനോട് യാതൊരു താല്പര്യവുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അനിൽകുമാർ ദേവസ്വം വകുപ്പ് കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം മുതിർന്ന നേതാവ് കൂടിയാണ്, മുതിർന്ന മന്ത്രിയാണ്. കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പ് മാനേജർ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലടക്കം മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പ് നൽകാൻ ഈ വകുപ്പുകളുടെ കാര്യം വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. പക്ഷേ മന്ത്രിമാരുടെ കാര്യത്തിൽ കെ സി പക്ഷത്തിന് വലിയ ഒരു അപ്രമാദിത്വം ഇപ്പോൾ ഈ മന്ത്രിസഭയിലുണ്ട്, സതീശൻ മന്ത്രിസഭയിലുണ്ട്. അതിനുമപ്പുറത്തേക്ക് വകുപ്പുകളുടെ കാര്യത്തിൽ കൂടി അവർ കടുംപിടുത്തം പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് പല വകുപ്പുകളുടെ കാര്യത്തിലും ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നത്. അപ്രധാന വകുപ്പുകളിൽ മന്ത്രിമാരെ ഒതുക്കാൻ കഴിയില്ല എന്ന നിലപാട് കെ സി പക്ഷത്തിലുണ്ട്. അതുകൂടി തർക്കത്തിന് കാരണമാണ്. ഏതായാലും ഇന്ന് എങ്കിലും പട്ടിക ഗവർണർക്ക് കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. രാവിലെ എന്തായാലും മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് കാണുന്ന അദ്ദേഹം ഈ പ്രോട്ടേം സ്പീക്കറായി അമ്പലപ്പുഴ നിയുക്ത MLA ജി സുധാകരൻ, മുൻ CPM നേതാവ്, ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, സത്യവാചകം ചൊല്ലുന്നുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആ സ്വാഭാവികം അവിടെ വെച്ച് ഗവർണറെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ പട്ടിക കൈമാറുമോ അല്ലെങ്കിൽ ഇനിയും വൈകുമെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയോ ചെയ്യും എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്നത്തേതിലും വൈകാൻ കഴിയില്ല. കാരണം നാളെ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. പിന്നീട് നിയമസഭയിൽ സീറ്റ് ക്രമീകരണവും അവരുടെ ഓഫീസ് ക്രമീകരണവും ഒക്കെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. മറ്റന്നാൾ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. വൈകുന്നു. എല്ലാം ഞൊടിയിടയിൽ എല്ലാം വളരെ പെട്ടെന്ന് ഒരു തർക്കവുമില്ലാതെ റെക്കോർഡ് വേഗത്തിൽ എന്ന് പറയുന്ന VD സതീശന് പക്ഷേ തന്റെ വകുപ്പ് വിഭജനം ഒരു കീറാമുട്ടിയായി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്നെങ്കിലും അതിൽ ഒരു തീരുമാനമാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റു പ്രധാന കാര്യം അരുൺ, ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമര ഗേറ്റ് തുറന്നു കൊടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ആളുകൾക്ക് കൂടുതൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവസരം ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകർക്കുള്ള സ്വാതന്ത്ര്യം സെക്രട്ടേറിയറ്റിനുള്ളിൽ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത്തരം പല ജനപ്രിയമായ തീരുമാനങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ സർക്കാർ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകൾ എന്തൊക്കെയായിരിക്കാം? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് മന്ത്രി പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു. പൂച്ചപെറ്റ് കിടക്കുന്ന ഖജനാവെന്ന് പറയുമ്പോൾ തിരിച്ച് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമാണ് എന്ന് മുൻ ധനകാര്യമന്ത്രി പറയുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ധവളപത്രം ഇറക്കാൻ പോകുന്നു. അങ്ങനെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കണമല്ലോ. അതെന്തൊക്കെയായിരിക്കാനാണ് സാധ്യത? രഞ്ജിത്തെ, സമരഗേറ്റിന്റെ കാര്യത്തിൽ സമരഗേറ്റ് പൂർണ്ണമായും തുറന്നു എന്നുള്ളതാണ് ഇന്നലെ സർക്കാരിന്റെ അവകാശവാദം. പക്ഷെ അത് ആ ഒരു രീതി നമുക്ക് കാണാൻ കഴിയില്ല. ഏതാണ്ട് 3 വർഷം മുമ്പ് തന്നെ ഇതിലൂടെ സന്ദർശകർക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും ഒക്കെ പ്രവേശനം അനുവദിച്ചിരുന്നു. മുഴുവൻ സമയം അടച്ചിട്ട കോവിഡ് സമയമാണ്. അതിനുശേഷം അതൊരു സ്ഥിരം ഈ സമരഗേറ്റ് പൂർണ്ണമായും അടച്ചെന്നൊരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. പക്ഷെ അത് ഏതാണ്ട് 3 വർഷം മുമ്പ് തന്നെ അതിൽ ഇളവ് നൽകിയിരുന്നു. ഇന്നലെ വീണ്ടും അത്തരത്തിൽ ഒരു പ്രചരണം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ ഓഫീസിൽ നിന്നൊക്കെ അത്തരം പ്രചരണമാണ്. സ്വാഭാവികമായും പൂർണ്ണ സമയം തുറന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും അതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം സമരഗേറ്റ് അങ്ങനെ പൂർണ്ണമായും തുറന്നിടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊക്കെ അറിയണം. ഇന്നലെ ഇവിടുത്തെ സർവീസ് സംഘടനകളാണ്, കോൺഗ്രസ് സർവീസ് സംഘടനയാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സമരഗേറ്റ് തുറന്നിട്ടത്. ഇപ്പോഴും ആ ഗേറ്റ് സ്വാഭാവികമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ ബാരിക്കേഡ് മാറ്റിയെന്നതിനപ്പുറത്തേക്ക് കാര്യമായ മാറ്റം ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായി സർക്കാരിനെതിരെ ഇതൊരു മധുവിധു സമയമാണ്, സർക്കാർ ഹണിമൂൺ പീരീഡാണ്. അത് കഴിയുമ്പോൾ സ്വാഭാവിക സമരങ്ങളൊക്കെ ഇവിടേക്ക് വന്നു തുടങ്ങും. അപ്പോൾ അതുപോലെ ഈ സമരഗേറ്റ് അടച്ചിട്ടേ മതിയാകൂ. എങ്കിലും പൂർണ്ണമായും അടച്ചിടുക എന്നൊരു ശൈലി നേരത്തെ നമ്മൾ അടക്കം ഇതിലൂടെ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ പോകുമ്പോൾ ആദ്യ പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ പോലും ഈ സമരഗേറ്റ് ഈ വാതിൽ പകൽ മുഴുവൻ തുറന്നിടാറുണ്ട്. അതുവഴിയാണ് അകത്തേക്ക് കടന്നിരിക്കുക. അങ്ങനെ ഒരു സമ്പൂർണ്ണ ഇളവ് ഇനി വരുമോ എന്ന് കണ്ടറിയണം. ഏതായാലും അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ അവകാശപ്പെടുന്നത്. ഇതുവഴിയൊക്കെ എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഒക്കെ പ്രവേശിക്കാവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അത് കൈയെഴുതി നേടുന്ന തീരുമാനമായി മാറുമെന്ന് ഉറപ്പാണ്.
അത് ഏതായാലും കാത്തിരുന്ന് കാണും. മന്ത്രിസഭായോഗം ഇന്ന് രണ്ടാമത്തെ മന്ത്രിസഭായോഗമാണ്. അവിടെ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം സഭയിൽ വെക്കേണ്ടതുണ്ട് 29-ന്. ആ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള അംഗീകാരം മന്ത്രിസഭ നൽകും. അത് ഇന്നത്തെ യോഗത്തിൽ വന്നേക്കുമെന്ന സൂചനകളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാധ്യതയുള്ളത് ഈ സിൽവർ ലൈൻ പദ്ധതി, കെയറെയിൽ കോർപ്പറേഷന്റെ സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കണം. ആ പദ്ധതി ഇപ്പോൾ മരവിച്ചിരിക്കുകയാണെങ്കിലും പിൻവലിക്കാൻ പിണറായി സർക്കാർ തയ്യാറായിരുന്നില്ല. അത് പൂർണ്ണമായും ആ പദ്ധതി പിൻവലിച്ചുകൊണ്ട് ഉത്തരവിറക്കണമെന്ന ആവശ്യവുമായി കെയറെയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി ഇന്നലെ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. അത് അടുത്ത ക്യാബിനറ്റിൽ പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഇന്ന് പരിഗണിക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അതൊരു സാങ്കേതികം മാത്രമാണ്. സിൽവർ ലൈൻ ഇനി പ്രവർത്തിക്കില്ല എന്നുറപ്പാണ്. പിണറായി സർക്കാർ തന്നെ കേന്ദ്രം വിരുദ്ധ സമീപനം എടുക്കുന്നതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.